സോ ഹാ ഗൈസ്, അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോ ആണ്. വെൽക്കം ടു ചാനൽ. യെസ്, അപ്പോൾ എൻ്റെ പേര് അശ്വിൻ, ഇത് സൈന, ഞാനൊരു ഓൺലൈൻ ഫിറ്റ്നസ് കോച്ചാണ്. ഓക്കെ, സോ നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ വർക്കൗട്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരും ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവരുമായിട്ടുള്ള ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ബിഗിനർ ഫ്രണ്ട്ലി കോൺവെർസേഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സൈന ഇപ്പോൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 1 ഇയർ കഴിഞ്ഞു. ഓക്കെ, 1 ഇയർ ജസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 1 ഇയറിനുള്ളിൽ ഒരു ബിഗിനർ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്താൽ അവർക്കുണ്ടാകുന്ന അഡ്വാൻറ്റേജ്, ചേഞ്ചസ്, എന്തൊക്കെ രീതിയിലുള്ള പ്രോഗ്രസ് ആണ് അവർക്ക് ഉണ്ടാകുന്നതെന്ന് കാണിച്ചു കൊടുക്കാനുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സൈന, ഇപ്പോൾ ലാസ്റ്റ് ഒരു 1 ഇയർ ആയിട്ട് വർക്കൗട്ട് തുടങ്ങിയപ്പോഴും ഇപ്പോഴുള്ള മെയിനായിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണ്? സ്ട്രെങ്ത് ലെവൽസ് ആണെങ്കിൽ പറഞ്ഞു. ഞാൻ വർക്കൗട്ട് തുടങ്ങി കഴിഞ്ഞ പിന്നെ എനിക്ക് ലൈഫ് സ്റ്റൈലിൽ ഉണ്ടായ മാറ്റം ഭയങ്കര വലുതാണ്. ബിക്കോസ് ഒരുപാട് ഫുഡ് എത്രമാത്രം എങ്ങനെ എപ്പോൾ കഴിക്കണം എന്നുള്ള ഒരു ബോധ്യം ഉണ്ടായി. ബിഫോർ അങ്ങനെ ഒരു ചിന്തയില്ലായിരുന്നു. ഇഷ്ടമുള്ള ഫുഡ് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടം പോലെ കഴിക്കുക എന്നുള്ളതായിരുന്നു ഒരു ചിന്ത. ഇതായിരുന്നു എല്ലാവർക്കും ഫുഡ് ഇഷ്ടമായിരുന്നു. എനിക്ക് ഫുഡ് ഇഷ്ടമായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കുമായിരുന്നു. പിന്നെ കാർഡിയോ ചെയ്യുന്നതിന്റെ ആവശ്യകത അതറിയില്ലായിരുന്നു. പിന്നെ സ്ട്രെങ്ത്തിനെ കുറിച്ചൊന്നും ഒരു ബോധേഡ് അല്ലായിരുന്നു. കാരണം നമ്മളിപ്പോൾ യങ്ങാണ്, അപ്പൊ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യം ഇല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള യാതൊരു ധാരണ ഇല്ലായിരുന്നു. 1 ഇയർ മുന്നേയും 1 ഇയർ ഇപ്പോൾ വർക്കൗട്ട് തുടങ്ങുന്നതിന് മുന്നേ ഇപ്പോഴായിട്ടുള്ള സ്ട്രെങ്തിലുള്ള മാറ്റം എന്തൊക്കെയാണ്? സ്ട്രെങ്ത് തന്നെ ഗ്രാജുവലി നല്ലോണം ഇമ്പ്രൂവ് ആയി. ഇപ്പം എനിക്കൊരു 25 പുഷപ്സ് 8 പുള്ളപ്സ് എടുക്കാനൊക്കെ എനിക്ക് പറ്റും. 25 പുഷപ്സ് 8 പുള്ളപ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ലേഡീസ് പുള്ളപ്പ് എടുക്കുന്ന തന്നെ കണ്ടിട്ടില്ല. ഓക്കെ, ഞാൻ എൻ്റെ ലൈഫിൽ തന്നെ 1-2 ലേഡീസാണ് വൃത്തിക്ക് പുള്ളപ്പ് എടുക്കുന്നത് കണ്ടിട്ടുള്ളൂ. അപ്പോൾ 8 പുള്ളപ്പ് 10 നമ്മുടെ ടാർഗറ്റ്. പക്ഷെ ഇപ്പോൾ 8 എടുക്കാൻ പറ്റുന്നുണ്ട്. 8 പുള്ളപ്പ് എന്ന് പറഞ്ഞാൽ ലേഡീസിനെ സംബന്ധിച്ചോളം ഭയങ്കര ഒരു മാസീവ് നമ്പർ തന്നെയാണ്, ഹ്യൂജ് നമ്പറാണ്. പിന്നെ 25 പുഷപ്സ് ആണുങ്ങൾക്ക് തന്നെ 25 പുഷപ്സ് എടുക്കാൻ പറ്റുന്നവർ കുറവാണ്. വർക്കൗട്ട് ചെയ്യുന്നവരുണ്ട്, ഇല്ലാത്തവർ ജനറൽ പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ വളരെ കുറവാണ്. സോ അത്രയും ഈ ഒരു 1 ഇയർ കൊണ്ട് അത്രയും ഒരു പ്രോഗ്രസ് അറ്റൈൻ ചെയ്യാനായിട്ട് സൈനയ്ക്ക് സാധിച്ചു. അപ്പോൾ ഇതിനായിട്ട് എന്തൊക്കെ ഫുഡാണ് കഴിച്ചത് മെയിനായിട്ട്? വർക്കൗട്ട് തുടങ്ങിയ പിന്നെ ഫുഡ് ശ്രദ്ധിക്കാൻ തുടങ്ങി. പ്രോട്ടീൻ ആഡ് ചെയ്യാൻ തുടങ്ങി ഫുഡിൻ്റെ അകത്ത്. എല്ലാ മീൽസിൽ തന്നെ പ്രോട്ടീൻ ഉണ്ടായി. ചിക്കൻ, മുട്ട, അങ്ങനെ ഉള്ള പ്രോട്ടീൻ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്തു. പിന്നെ ബാക്കിയുള്ള മീൽസ് ഒക്കെ റെഗുലർ മീലാണോ അതോ മൊത്തത്തിൽ എങ്ങനെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, ഇഷ്ടമുള്ള ഫുഡുകളൊക്കെ കഴിക്കാറുണ്ട്. ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ ഇഷ്ടം പോലെ കഴിക്കുന്നില്ല. ആവശ്യത്തിന് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പൊ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇഷ്ടമുള്ള എല്ലാ ഫുഡും കഴിക്കാം, പക്ഷെ ഇഷ്ടമുള്ള പോലെ അത്രയും വാരി വലിച്ച് ടീനും ന്യൂട്രീഷനും ഒക്കെ ഫോക്കസ് ചെയ്തിട്ട് പക്ഷെ ഇഷ്ടമുള്ളതും കൂടെ എങ്ങനെ എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കാൻ പറ്റും? നമ്മൾ ഒരിക്കലും നമ്മളെ ഒരു ഫുഡ് കഴിക്കരുത് റെസ്ട്രിക്റ്റ് ചെയ്ത് നമ്മളൊരു സംഭവം ഫോളോ ചെയ്താൽ അതൊരിക്കലും സസ്റ്റൈനബിൾ ആവാൻ ചാൻസ് ഇല്ല. കാരണം എപ്പോഴെങ്കിലും ഒക്കെ നമ്മുടെ മനസ്സ് മാറാനോ ഇല്ലെങ്കിൽ നമ്മളെ എപ്പോഴും നമുക്ക് അതുപോലെ റെസ്ട്രിക്റ്റ് ചെയ്ത് ജീവിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അതെല്ലാവർക്കും ഉണ്ട്. അപ്പൊ നമ്മൾ ആ സസ്റ്റൈനബിൾ ആയിട്ട് പോകണമെങ്കിൽ നമുക്ക് പറ്റിയത് എങ്ങനെയാന്ന് നമ്മൾക്ക് സ്വയം മനസ്സിലാക്കിയിട്ട് വേണം നമ്മളത് ഫോളോ ചെയ്യാൻ. ഇപ്പം ഒരു ഫുഡ് കഴിക്കരുത് അല്ലെങ്കിൽ ഷുഗർ കട്ട് ചെയ്യുന്നവരുണ്ട്. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. ഇപ്പം എന്ന് വെച്ചിട്ട് നമ്മളെ ബോഡീനെയും നമ്മുടെ മനസ്സിനെയും ഒരുപാട് റെസ്ട്രിക്റ്റ് ചെയ്യണ്ട എന്നാണ് എൻ്റെ ഒരു ഇത്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഷുഗർ കട്ട് ഇങ്ങനത്തെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. എപ്പോഴും മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഒരു ഈറ്റിംഗ് ഹാബിറ്റ് ഉണ്ടാക്കാൻ നോക്കുക. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഫുഡ് നമുക്ക് എൻജോയ് ചെയ്ത് കഴിക്കാനും പറ്റും, അതേസമയം നമുക്ക് നല്ല ന്യൂട്രിയൻസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാനും പറ്റും, നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനും പറ്റും. ഇപ്പൊ പുറത്തുനിന്ന് പോയി ഫുഡ് കഴിച്ചു എന്ന് വെച്ചിട്ട് നമുക്ക് വെയിറ്റ് കൂടാനോ ഇല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. നമ്മൾ എത്രമാത്രം കഴിക്കുന്നു എന്നതിലാണ് കാര്യം. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്തു പോയി ഫുഡ് കഴിക്കാം, ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം, പക്ഷെ അതിലെപ്പോഴും മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഒരു ഈറ്റിംഗ് ആണ് നമുക്കപ്പോൾ വേണ്ടത്, അല്ലേ? അതെ. അപ്പൊ ഇനി ഇതുവരെ വർക്കൗട്ട് തുടങ്ങാത്തവർക്ക് അല്ലെങ്കിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു ഇതെന്താ, അഡ്വൈസ് എന്തായിരിക്കും? എത്രയും വേഗം
സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നോ അത്രയും നല്ലതാണ്. കാരണം ഒരു 20s നമ്മൾ നന്നായിട്ട് നടക്കുമായിരിക്കും. 30s ഞാൻ എക്സ്പെഷ്യലി വിമന്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ 30s കഴിയുമ്പോഴേക്കും ചിലപ്പം നമ്മളുടെ 30s 40s ഒക്കെ ആകുമ്പോൾ നമ്മളുടെ ശരീരം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പ്രവർത്തിച്ചു എന്ന് വരില്ല. അവിടെ ഒരു ഡിക്ലൈൻ ഫേസ് ഉണ്ടാവും അപ്പോഴേക്കും. ഇപ്പം നമുക്ക് ഈ ഒരു യങ് ആയിട്ടുള്ള ഒരു പ്രായം ആകുമ്പോഴേക്കും നമ്മൾ പൊതുവേ നമ്മൾ എനർജറ്റിക് ആയിരിക്കും, നമുക്ക് വലിയ അസുഖങ്ങളൊന്നും ഉണ്ടാവത്തില്ല. പക്ഷെ നമ്മളുടെ ലൈഫ് സ്റ്റൈലിന്റെ പ്രശ്നങ്ങൾ കാരണം ഭാവിയിൽ ചിലപ്പോൾ നമുക്ക് അസുഖങ്ങൾ വന്നേക്കാം. അതിന് നമ്മൾ ലൈഫ് സ്റ്റൈൽ ഇപ്പോഴേ നന്നായിട്ട് ബിൽഡ് ചെയ്താലേ ആ ടൈമിൽ നമ്മൾ ഹെൽത്തി ആയിരിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ സ്ട്രെങ്ത് ട്രെയിനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് അവിടെയാണ് വരുന്നത്. ഇപ്പൊ നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്ത് തുടങ്ങിയാൽ അന്ന് നമുക്ക് ഒരു അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോഡി ഓൺ ചെയ്യാൻ പറ്റും, അല്ലേ? അതെ. അപ്പോൾ എല്ലാം ഓക്കെ, നാളെ ആവട്ടെ എല്ലാം കുറച്ചുകൂടെ പെർഫെക്റ്റ് ആവട്ടെ, എൻ്റെ ഡയറ്റ് അടിപൊളിയല്ല, എൻ്റെ ലൈഫ് സ്റ്റൈൽ അടിപൊളി, എല്ലാം ഓക്കെ ആയിട്ട് നമുക്ക് ജിം സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറയുന്നവരോട്, എന്ന് വിചാരിച്ചിരിക്കുന്നവരോട് എന്താ ഒരു അഡ്വൈസ് കൊടുക്കാനുള്ളത്? അതൊരു എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്, ഒരു പ്രൊക്കാസ്റ്റിനേറ്റിംഗ് ചെയ്യുന്നുണ്ടാവും. ആ ടൈമിൽ നമ്മളവർക്കൊക്കെ ഇന്ന് ചെയ്യാം അല്ലെങ്കിൽ നാളെ ചെയ്യാം എന്ന് പറഞ്ഞോണ്ടിരിക്കും. പക്ഷെ നാളെ നീളായി പോകും. പക്ഷെ ഒരിക്കലും നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കാണ്ട് നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും ഒരു മടി തുടങ്ങാൻ. പക്ഷെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് വരും, സ്വയം ഒരു കോൺഫിഡൻസ് വരും. അപ്പൊ ആദ്യം നമ്മൾ ജിമ്മിൽ പോകുന്നതിലായിരിക്കില്ല ഒരാഴ്ച കഴിയുമ്പോൾ ജിമ്മിൽ പോകുന്നത്. ഒരാഴ്ച ആകുമ്പോൾ തന്നെ ചേഞ്ച് വരും. പിന്നെ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും പിന്നെ ഒരു മന്ത് ആകുമ്പോൾ ചേഞ്ച് വരും. 3 മന്ത് ആകുമ്പോൾ നല്ല ചേഞ്ച് വരും. 6 മന്ത് ആകുമ്പോൾ പറയാൻ വേണ്ട. കൺസിസ്റ്റന്റ് ആയിട്ട് പോവുകയാണെങ്കിൽ 6 മന്ത് കൊണ്ട് നല്ലൊരു ചേഞ്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് ഒരു ലൈഫ് സ്റ്റൈൽ ആയിട്ട് ബിൽഡ് ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ നമ്മൾ തന്നെ അതിശയിച്ചു പോകും നമ്മുടെ ബോഡി ചേഞ്ച് ആവുന്ന കണ്ടിട്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് വരും, ഒരു ഇഷ്ടം വരും, അല്ലേ? അപ്പൊ നമ്മൾ കൺസിസ്റ്റന്റ് ആയി പോവും നാച്ചുറലി. പക്ഷെ ആ ഒരു പുള്ള് കിട്ടണം നമുക്ക് ആദ്യം. പക്ഷെ നമുക്ക് എപ്പോഴും ഒരുപാട് മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് നമുക്ക് കിട്ടിയെന്ന് വരില്ല. സോ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇന്റൻഷ്യലി നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എടുത്ത് വെക്കുക. പിന്നെ നമ്മൾ കാണുന്നത് മാജിക് ആയിരിക്കും. അതെ, പറഞ്ഞു വരുന്നത് മോട്ടിവേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല ആക്ച്വലി. ഓക്കെ, നമ്മള് കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുക എന്നാണ് മെയിൻ കാര്യം. കാരണം ഇന്നിപ്പോൾ മോട്ടിവേറ്റഡ് ആയി നാളെ ചിലപ്പോൾ നമ്മൾ മോട്ടിവേഷൻ വരില്ല. പക്ഷെ അപ്പോഴും നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഈ ഒരു പ്രോസസ്സ് ക്യാരി ചെയ്തുകൊണ്ടിരിക്കുക, ഈ പ്രോസസ്സിൽ വിശ്വസിക്കുക, ട്രസ്റ്റ് ദ പ്രോസസ് ആൻഡ് കണ്ടിന്യൂ ചെയ്യുക. അവിടെ ഒരു കാര്യം കൂടി ഉണ്ട്. ഇപ്പൊ നമ്മൾ ഓർക്കും ഓക്കെ പെർഫെക്റ്റ് ആയിട്ടൊരു കാര്യം ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പൊ വർക്ക്ഔട്ട്, സ്ലീപ്പ് റൊട്ടീൻ, ഫുഡ്, ഇതെല്ലാം കൃത്യമായിട്ട് നമുക്കൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടുണ്ടെന്നാൽ ഇറ്റ് നെവർ ഗോണ ഹാപ്പൻ. അപ്പോൾ ഇപ്പൊ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുക. ഇപ്പൊ ഒന്ന് ആദ്യം റെഡിയാക്കുക. ഇപ്പൊ നമ്മുടെ ഒന്നെങ്കിൽ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ഫുഡ് ഹാബിറ്റ് ഒന്ന് നന്നാക്കുക. അതുപോലെ തന്നെ അപ്പൊ നമുക്ക് ഗ്രാജുവലി വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും, വർക്ക്ഔട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ സ്ലീപ്പ് ഒന്ന് മാനേജ് ചെയ്യുക. നമുക്ക് എല്ലാവർക്കും തിരക്കായതുകൊണ്ട് ഇതെപ്പോഴും എല്ലാം ഓക്കെ ആവണം എന്ന് ഇല്ല. അപ്പൊ പറ്റുന്ന പോലെ ചെയ്യുക. അപ്പൊ അതാണ് ഒന്നാമത്തെ കാര്യം. ഇപ്പൊ വർക്ക്ഔട്ടിൽ തുടങ്ങുക ഫസ്റ്റ്. ഇപ്പൊ എങ്ങനെ വേണേൽ തുടങ്ങാം. ഇപ്പൊ ഒരാള് വർക്ക്ഔട്ടിൽ തുടങ്ങി, വർക്ക്ഔട്ട് മാത്രമേ അയാൾ ചെയ്യുന്നുള്ളൂ, അത്യാവശ്യം കൺസിസ്റ്റന്റ് ഒരു 4 ദിവസം വീക്കിലി വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടെന്ന് വെച്ചു. ബാക്കി കാര്യങ്ങളൊന്നും പെർഫെക്റ്റ് അല്ല, ഡയറ്റും ഓക്കെ അല്ല, സ്ലീപ്പും ഓക്കെ അല്ല. ഇങ്ങനെ കുറച്ചാൾ അദ്ദേഹം ചെയ്യുമ്പോൾ അയാൾ വിചാരിക്കും ഓക്കെ ഞാൻ ഈ ചെയ്തിട്ട് എഫേർട്ട് ഇട്ടിട്ട് എനിക്ക് വേണ്ടത്ര റിസൾട്ട് കിട്ടുന്നില്ല, അപ്പൊ എന്തോ സംതിങ് ഈസ് മിസ്സിങ് എന്ന് അയാൾ വിചാരിച്ച് അയാൾ മെല്ലെ ന്യൂട്രീഷൻ കുറച്ച് ശരിയാക്കും. അപ്പൊ അയാൾക്ക് കുറച്ചുകൂടെ റിസൾട്ട് വരും. പിന്നെ അയാൾ സ്ലീപ്പ് റെഡിയാക്കാൻ തുടങ്ങും. അപ്പൊ അദ്ദേഹത്തിന് കുറച്ചുകൂടെ റിസൾട്ട് വരും. പക്ഷെ ഇങ്ങനെയാണ് ആ ഒരു പ്രോസസ്സ് നമ്മൾ പ്രോഗ്രസ് ചെയ്യുന്നത്. ഇപ്പൊ എല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ വരില്ല. ഇതെല്ലാം ഒരു എന്താ പറയുക, ഒരു അവയർനെസ്സും കൂടെ വരണമെങ്കിൽ ഇറ്റ് ടേക്സ് എക്സ്പീരിയൻസ് ഓൾസോ, ടൈം എടുക്കും. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുന്നതനുസരിച്ച് നമ്മൾ കൂടുതൽ എഫേർട്ട് ഇടും. അത് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട് മാറുകയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു ഗുഡ് കോച്ച്, നമുക്ക് എപ്പോഴും നല്ലൊരു കോച്ചിന്റെ ഒരു അസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടെ ഈസിയാണ്, സ്മൂത്ത് ആണ്. പിന്നെ നോളജബിൾ ആയിട്ടുള്ള ഒരാളാണ്, ഇല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ നല്ല ഒരു ബോധ്യം ഉള്ള ഒരാളാണെങ്കിൽ നമ്മളുടെ ഫിറ്റ്നസ് ജേർണി ഭയങ്കര അടിപൊളിയായിരിക്കും. അത് ഇൻ ദ സെൻസ് ഇപ്പം സ്ട്രെങ്ത് ട്രെയിനിങ് ആണെങ്കിൽ ശരി, എല്ലാം ടോട്ടലി ഇപ്പം അങ്ങനെ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക്
ഒരുപാട് ഉയരങ്ങളിലോട്ട് പോകാൻ പറ്റും. ഇപ്പൊ എസ്പെഷ്യലി ഒരു ഗോളൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരു ഗോൾ ഉണ്ട്, ഈ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് ഒരു ഷോർട്ട് പീരീഡ് അല്ലെങ്കിൽ ഷോർട്ട് പീരീഡ് അല്ല ഒരു സ്പെസിഫിക് പീരീഡിൽ അച്ചീവ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ എസ്പെഷ്യലി ഒരു കോച്ചിൻ്റെ ഒക്കെ ഒരു ഹെൽപ്പ് വളരെയധികം ആവശ്യമായിരിക്കും. ഓക്കെ, സോ ഇനി മുന്നോട്ട് പോകുന്നതോറും നമ്മൾ കൂടുതൽ കണ്ടന്റ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ ബിഗിനേഴ്സിന് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുന്നതനുസരിച്ച് കൂടുതൽ കണ്ടന്റ് നമ്മൾ പോസ്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജിമ്മിൽ പോകാൻ പറ്റാത്തവർക്ക് ഹോം വർക്കൗട്ട്സ് കാര്യങ്ങളോ വേണമെങ്കിൽ ഹോം വർക്കൗട്ട്, യെസ്. അപ്പം അത് ഓഡിയൻസിന്റെ റെസ്പോൺസ് അനുസരിച്ചായിരിക്കും നമ്മൾ കണ്ടന്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കമന്റ് ചെയ്യുന്നതനുസരിച്ച് റെസിപ്പീസ് വേണമെങ്കിൽ അങ്ങനെ, വർക്കൗട്ട്സ് വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഡയറ്റ് പ്ലാൻ വേണമെങ്കിൽ അങ്ങനെ, ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് നമ്മൾ ഈ ചാനലിൽ കൂടുതൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. കൂടുതൽ എന്താ പറയാനുള്ളത്? അപ്പൊ എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ട് നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കി എടുക്കാൻ നോക്കുക. കാരണം ഭാവിയിൽ നമുക്കത് ഉപകാരമായിരിക്കും. അപ്പൊ എല്ലാവരും ഇന്ന് തന്നെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. അത് തന്നെ. അപ്പൊ അത്രയും നമ്മൾ വീഡിയോ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക, നല്ല റൂട്ടീൻ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല, സ്ലോ ആയിട്ട് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക, ലൈഫ് സ്റ്റൈൽ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ.